ആലപ്പുഴ ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ തുക വകയിരുത്തി ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന തന്റെ ആവശ്യം ടൂറിസം വകുപ്പ് അംഗീകരിച്ചതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. ദിവസേന നൂറുകണക്കിന് സ്വദേശി വിദേശി സഞ്ചാരികൾ എത്തുന്ന ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ടൂറിസം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നും എം.പി. പറഞ്ഞു. ആലപ്പുഴ ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ തുക വകയിരുത്തി ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന തന്റെ ആവശ്യം ടൂറിസം വകുപ്പ് അംഗീകരിച്ചതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. ടൂറിസം വകുപ്പ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിനോദസഞ്ചാര ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി വകുപ്പ് എം.പി. ഓഫീസിനെ അറിയിച്ചു. ദിവസേന നൂറുകണക്കിന് സ്വദേശ വിദേശ സഞ്ചാരികളെത്തുന്ന ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടൂറിസം മന്ത്രിക്ക് കത്ത് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടിയെന്നും എം.പി. വ്യക്തമാക്കി. വിനോദസഞ്ചാര ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും ടൂറിസം വകുപ്പ് നൽകിയെന്ന് എം.പി. അറിയിച്ചു. ബീച്ചിലേക്കുള്ള വഴിവിളക്കുകൾ പലതും പ്രവർത്തനരഹിതമാണ്. ഭിന്നശേഷി സൗഹൃദ ബീച്ചായ ഇവിടെ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിച്ച റാമ്പുകളും സഞ്ചാരികൾക്ക് നടന്നിറങ്ങാനുള്ള പടിക്കെട്ടുകളും തകർന്ന നിലയിലാണ്. തെരുവനായ ശല്യം അതിരൂക്ഷമാണ്. പലപ്പോഴും ഇവിടെ എത്തുന്നവർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് പതിവാണ്. എന്നാൽ തെരുവനായ ശല്യം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ വകുപ്പുകൾ പരാജയമാണ്. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന് വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. കടൽ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സന്ദർശകർക്ക് സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണം. ശുദ്ധജലം, വൃത്തിയുള്ള ശൗചാലയം എന്നിവ സ്ഥാപിക്കണം. ലൈഫ് ഗാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. സന്ദർശകരുടെ വർധനവും അവരുടെ സുരക്ഷയും കണക്കിലെടുത്ത് 20 ലൈഫ് ഗാർഡുകളുടെ സേവനം ഉറപ്പാക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മാതൃകാ ഭക്ഷണശാല പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണം. പേപ്പർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യവും മണലിൽ നിന്ന് മാലിന്യം വേർതിരിക്കുന്നതിനുള്ള യന്ത്ര സംവിധാനം ഒരുക്കുകയും വേണമെന്ന് കെ.സി. വേണുഗോപാൽ ടൂറിസം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്.